സർ, ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. നമസ്കാരം സർ, ഈ ഇൻഡസ്ട്രിയൽ സേഫ്റ്റി എഞ്ചിനീയറിംഗ് രംഗത്ത് എത്ര വർഷമായിട്ട് സാർ പ്രവർത്തിക്കുന്നുണ്ട്? അതുമാത്രമല്ല, സാറിന്റെ ഈ സ്ഥാപനം ഏതൊക്കെ പ്രവർത്തനങ്ങളാണ് ഏറ്റെടുത്ത് നടത്തുന്നത്? ഓക്കെ, ഇൻഡസ്ട്രിയൽ സേഫ്റ്റി എഞ്ചിനീയറിംഗിൽ ഞാൻ ഏകദേശം 22 വർഷങ്ങളോളമായി തുടർന്നു പോരുന്നു. എക്സാക്റ്റായിട്ട് പറഞ്ഞാൽ 1989 വളരെ ചെറിയ രീതിയിൽ തുടങ്ങി. ഒരു വൺ മാൻ ഷോ എന്നൊക്കെ നമ്മൾ പറയും. ആദ്യ കാലഘട്ടത്തിൽ സേഫ്റ്റിക്ക് അത്രത്തോളം പ്രസക്തി ഉണ്ടായിരുന്നില്ല. ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് ഈവൻ ഇൻഡസ്ട്രികളിൽ കൂടെ അറിയില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ ഒരു കാലഘട്ടമൊക്കെ മാറി. സേഫ്റ്റി നോംസിന് വളരെയേറെ പ്രാധാന്യം എല്ലാ കമ്പനികളും നമ്മുടെ നാട്ടിലാണെങ്കിൽ കൂടി കൽപ്പിച്ചു പോരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു രംഗത്ത് ഓരോരോ വർഷങ്ങളിലും പടിപടിയായി ഇത് ഈ മേഖലയിലുള്ള റിക്വയർമെന്റ് വർദ്ധിച്ചു വരികയാണ് ചെയ്തത്. അതായത് ആക്സിഡന്റുകളുടെ എണ്ണം കൂടി, ഗവൺമെന്റ് പോളിസികൾ സേഫ്റ്റിയുടെ കേസിൽ കൂടുതലായ രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യപ്പെട്ടു പോരുന്നു. പക്ഷേ വ്യക്തമായ രീതിയിലുള്ള അവയർനെസ് അല്ലെങ്കിൽ അവബോധം സേഫ്റ്റിയെ സംബന്ധിച്ച് ഇല്ലാത്തത് കാരണം അത്രത്തോളം വലിയ പ്രസക്തിയോടുകൂടി സാമാന്യ ജനത കാണുന്നില്ല എന്നുള്ളത് മാത്രമാണ്. അതായത് നമ്മൾ ഇപ്പോൾ ഏർപ്പെടുന്ന മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെന്റ്സിന്റെ എല്ലാ ലെവലിലുള്ള ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെന്റ്സിന്റെ ഈവൻ പോർട്ടബിൾ ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് ആൻഡ് ഫയർ ഹൈഡ്രന്റ് സിസ്റ്റം, സ്പ്രിംഗ്ലർ സിസ്റ്റം, ഫയർ അലാം സിസ്റ്റം, ഇങ്ങനെയുള്ള ഫയർ സേഫ്റ്റി ആയിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ ഓരോരോ ബിൽഡിങ്ങുകൾക്കും അതോടൊപ്പം തന്നെ ഇൻഡസ്ട്രികൾക്കും വേണ്ട ഫയർ പ്രൊട്ടക്ഷൻ അറേഞ്ച്മെന്റ്സ്, ഫയർ സേഫ്റ്റി എക്യുപ്മെന്റ്സിന്റെ സെയിൽസ്, ആഫ്റ്റർ മെയിന്റനൻസ്, എക്യുപ്മെന്റ്സുകളെല്ലാം തന്നെ കാലാവധി അനുസരിച്ച് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം എന്നുള്ളത് AMC എന്ന് പറയും, ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട്സ്. ഇപ്പം ഹിന്ദുസ്ഥാൻ പെട്രോളിയം, ഭാരത് പെട്രോളിയം, ഓയിൽ, അങ്ങനെ ഓയിൽ ഇൻഡസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഹോട്ടൽ ഇൻഡസ്ട്രികൾ, പിന്നെ കെമിക്കൽ ഇൻഡസ്ട്രികൾ, പിന്നെ സ്കൂൾസ്, ഹോസ്പിറ്റൽസ്, ഹോട്ടൽസ്, അങ്ങനെ നാനാ മേഖലകളിലും വിവിധങ്ങളായ മേഖലകളിൽ ഫയർ സേഫ്റ്റി എക്യുപ്മെന്റ്സിന്റെ സെയിൽസും ആഫ്റ്റർ മെയിൻ്റനൻസും, അതോടൊപ്പം തന്നെ ഇൻഡസ്ട്രിയൽ തലത്തിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് എന്ന് പറയും. അതായത് ഓരോരോ തലങ്ങളിലും എംപ്ലോയീസ് വർക്ക് ചെയ്യുമ്പോൾ ഓരോ ജോലിയുടെയും ഇമ്പോർട്ടൻസ് അനുസരിച്ച് ഗ്ലൗസസ് ഒക്കെ അതിനകത്ത് വേണം. ഇപ്പൊ കൈ കൊണ്ട് എടുക്കുന്ന വർക്കുകൾക്കാണെങ്കിൽ പ്രൊട്ടക്റ്റീവ് ഗ്ലൗസുകൾ വേണം. അത് ഓരോ കെമിക്കൽസിനും എഗൻസ്റ്റ് ആയിട്ടുള്ളത് വേണം. ഇപ്പം ആസിഡ് ആൽക്കലി ഒക്കെ അതിന് എഗൻസ്റ്റ് ആയിട്ടുള്ള ആസിഡ് പ്രൂഫ് ഗ്ലൗസ് വേണം. ഇലക്ട്രിക്കൽ മേഖലയിലാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് ഷോക്ക് പ്രൂഫ് ഗ്ലൗസസ് വേണം. ഇപ്പൊ ഈവൻ നമ്മുടെ ഈ ശരീരത്തിന്റെ ഈച്ച് ആൻഡ് എവരി പോർഷൻസിനെയും നമ്മുടെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഹെഡ് തൊട്ട് ലെഗ് വരെയുള്ള ഈച്ച് ആൻഡ് എവരി പാർട്സിനും അതായത് സേഫ്റ്റി ഹെൽമെറ്റ്, സേഫ്റ്റി ഗോഗിൾസ്, ഇയർ പ്ലഗ് ആൻഡ് ഇയർ മാഫ്സ്, അത് കണക്ക് പല വിധത്തിലുള്ള റെസ്പിറേറ്ററി പ്രൊട്ടക്ഷൻ മാസ്കുകൾ, ബോഡി പ്രൊട്ടക്റ്റീവ് ഏപ്രൺസ്, ഫുൾ ബോഡി സ്യൂട്ടുകൾ, അതോടൊപ്പം സേഫ്റ്റി ഷൂസ്, സേഫ്റ്റി ഹാർനസ്, അങ്ങനെ ഈ സേഫ്റ്റി മേഖലയായിട്ട് ബന്ധപ്പെട്ട് നിരവധി സേഫ്റ്റി ഡിവൈസുകളുണ്ട്. ഇതിന്റെ എല്ലാം ഉപയോഗ വിതരണ മേഖലയാണ്. അപ്പം പല സ്ഥലങ്ങളിൽ ഇതിനു വേണ്ടിയിട്ടുള്ള ക്ലാസുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. അതായത് ഇൻഡസ്ട്രിയൽ സേഫ്റ്റി ട്രെയിനിങ് പ്രോഗ്രാംസ് എന്ന് പറയും. പല കമ്പനികളിലും സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ചിലപ്പോൾ ലക്ഷക്കണക്കിന് രൂപയുടെ പ്രൊട്ടക്റ്റീവ് സംവിധാനങ്ങൾ അവർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഹൗ ടു യൂസ്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് ഘട്ടത്തിലൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്, എവിടെയൊക്കെ ഉപയോഗിക്കരുത് എന്നുള്ളതിനെപ്പറ്റി വ്യക്തമായ ധാരണയൊന്നും ഉണ്ടാകണമെന്നില്ല. അപ്പൊ ഇതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇൻഡസ്ട്രിയൽ സേഫ്റ്റി ട്രെയിനിങ് പ്രോഗ്രാംസ് അതാത് സ്ഥലങ്ങളിൽ പോയി കണ്ടക്ട് ചെയ്യാറുണ്ട്. അത് വളരെ ബൃഹത്തായ ഒരു സബ്ജക്റ്റാണ് ഇതെങ്കിലും ഓരോരോ തലങ്ങളിലും അവരവർക്ക് ആവശ്യമുള്ള വിഷയങ്ങളെ ആസ്പദമാക്കി ഷോർട്ട് കോഴ്സുകളായിട്ട്, അതായത് ഹാഫ് ഡേ പ്രോഗ്രാം അല്ലെങ്കിൽ ഫുൾ ഡേ പ്രോഗ്രാം ആയിട്ട് നമ്മൾ ഈ ട്രെയിനിങ് പ്രോഗ്രാംസ് അവിടെ പോയിട്ട് അത് നടത്താറുണ്ട്. സാർ ഇപ്പോൾ പറഞ്ഞല്ലോ ഈ ഹാഫ് ഡേ ഫുൾ ഡേ ട്രെയിനിങ് പ്രോഗ്രാം എന്നുള്ളത്, അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് കൂടുതൽ വിശദീകരിക്കാമോ? അതായത് ഒരു കമ്പനി ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു വർക്ക് ഫോഴ്സിനാണല്ലോ നമ്മൾ ഈ ട്രെയിനിങ് കൊടുക്കുന്നത്. അതെ. അപ്പം വിവിധ മേഖലയിലുള്ള ഒരു 10-40 പേരെ ക്ലബ് ചെയ്തിട്ട് അവർക്ക് ആവശ്യമുള്ള ആ ഇൻഡസ്ട്രിക്ക് ആവശ്യമുള്ള സുരക്ഷയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്കൊരു ബോധവൽക്കരണ പരിപാടിയാണ്. അതെ. അപ്പോൾ ഒരു 10-40-50 പേരെ ഒരുമിച്ച് ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ ക്ലബ് ചെയ്തെടുക്കുമ്പോൾ ആ കോർഡിനേറ്റർക്കാണെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കമ്പനിക്കാണെന്ന് പറഞ്ഞാലും അത്രയും പേരുടെ വർക്കിംഗ് ടൈം ആണ് അവിടെ അവർ സ്പെൻഡ് ചെയ്യുന്നത്. വർക്കിംഗ് ടൈമാണ് സ്പെൻഡ് ചെയ്യുന്നത്. അപ്പം നമ്മൾ കൊടുക്കുന്ന ആശയം അവർക്ക് അവരുടെ കമ്പനിക്ക് ഉപയുക്തമായിരിക്കണം അത്. അപ്പം എന്നാൽ ബൃഹത്തായ ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നിരവധി വിഷയങ്ങൾ നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. സേഫ്റ്റി ആയിട്ട് ബന്ധപ്പെട്ട ആ കമ്പനിയുടെ സുരക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള എന്താണോ ആവശ്യം, സബ്ജക്റ്റുകൾ നിരവധി ഇതിനകത്ത് വരുന്നത്. അത് നമ്മൾ കൊടുക്കുമ്പോൾ ആ മേഖലയായിട്ട് വൈഡായിട്ടുള്ള സബ്ജക്റ്റ് ആണെങ്കിലും അതിന്റെ കണ്ടന്റ് ആയിരിക്കണം, അതോടൊപ്പം തന്നെ കൊടുക്കുന്ന സബ്ജക്ട് ഇൻഫോർമേറ്റീവ് ആയിരിക്കണം, ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ അവരുടെ മനസ്സിൽ അത് തങ്ങി നിൽക്കത്തുള്ളൂ. സേഫ്റ്റി അവയർനെസ് എന്ന് പറയുന്നത് ഹാഫ് ഡേ
യിൽ തന്നെ ഒതുക്കുന്നത് കൊണ്ട് ഫുൾ ഡേ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ചെന്ന ശേഷം അവരുടെ സെറ്റപ്പിൽ തന്നെ അവിടെ ഉള്ള ഉപകരണങ്ങളും സംവിധാനങ്ങളും നിലവിലുള്ള അവരുടെ പോളിസി, സേഫ്റ്റി പോളിസി എന്താണോ അത് പെട്ടെന്ന് നമ്മൾ ഒബ്സർവ് ചെയ്യും. അതനുസരിച്ച് എങ്ങനെയൊക്കെ ആയിരിക്കണം നമ്മൾ സേഫ്റ്റി, സുരക്ഷാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ നടപ്പിലാക്കേണ്ടത്, ഉപകരണങ്ങളുടെ പ്രയോഗ രീതി എങ്ങനെയൊക്കെയാണ്, ഇതെല്ലാം തന്നെ പവർ പോയിന്റ് പ്രസന്റേഷനിൽ നമ്മൾ ആ സബ്ജക്ട് വിഷ്വലൈസ് ചെയ്തിട്ടാണ് ക്ലാസ് എടുക്കുക. പിന്നെ ചില വേളയിലാണെങ്കിൽ അവിടെ ഡെമോൺസ്ട്രേഷൻ ആവശ്യമായി വരുവാണെങ്കിൽ ഡെമോൺസ്ട്രേഷൻ നമ്മളവിടെ കൊടുക്കും. പിന്നെ ചില ഹോസ്പിറ്റൽ പോലുള്ള സ്ഥലങ്ങളോ മറ്റുള്ള കമ്പനികളൊക്കെ ആണെങ്കിൽ ഇവാക്യുവേഷൻ പ്രൊസീജിയർ ഉണ്ട്, മോക്ക് ഡ്രിൽസ് കണ്ടക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ ഈ നിശ്ചിത പീരീഡിനുള്ളിൽ തന്നെ അതാത് പ്രദേശങ്ങളിൽ പോയി കണ്ടക്ട് ചെയ്ത് കൊടുത്ത് സർട്ടിഫിക്കേഷൻ നൽകുകയും ചെയ്യും നമ്മൾ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പ്രോഗ്രാം ആണ് ഹാഫ് ഡേ ഫുൾ ഡേ പ്രോഗ്രാമായിട്ട് ഇൻഡസ്ട്രിയൽ സേഫ്റ്റി ട്രെയിനിങ് പ്രോഗ്രാമായിട്ട് വരിക. ഇതിന് വിവിധ മേഖലകളിലാണ് ഇതിന്റെ റിക്വയർമെന്റ് ആയിട്ട് വരിക. ഇപ്പൊ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വിദേശ രാജ്യങ്ങളിലാണെങ്കിൽ ഇത് ഡേ ടു ഡേ തന്നെ ഓരോ വർക്ക് സൈറ്റിലും എംപ്ലോയീസ് വർക്ക് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് 10-15 മിനിറ്റ് സേഫ്റ്റി അവയർനെസ് പ്രോഗ്രാം സേഫ്റ്റി ഓഫീസേഴ്സ് കൊടുത്തിരിക്കണമെന്നുണ്ട്. ദാറ്റ് ഈസ് ടൂൾ ബോക്സ് ടോക്ക് എന്ന് പറയും. അതും ഓർമ്മപ്പെടുത്തൽ എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഓർമ്മപ്പെടുത്തൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം മനുഷ്യരാണല്ലേ. അപ്പൊ നമ്മുടേതായ ചില ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. ഞാനിപ്പോ ശരത്തിനോട് ചോദിക്കുകയാണ്, രാവിലെ എന്താ കഴിച്ചു? രാവിലെ മതി, ഒന്ന് ആലോചിക്കേണ്ടി വന്നല്ലേ. ഇത്രയേ ഉള്ളൂ നമ്മുടെ കാര്യം. എപ്പോഴും നമ്മൾ ഈവൻ നമ്മുടെ ആഹാര കാര്യം പോലും എന്താണ് തൊട്ട് മുമ്പ് കഴിച്ചെന്ന് ചോദിച്ചാൽ ഒന്ന് ആലോചിക്കേണ്ടി വരും. അപ്പം ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന നമ്മൾ ഓരോരോ പ്രദേശത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് പറഞ്ഞാൽ സേഫ്റ്റിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുക എന്ന് പറയുന്ന, ആലോചിച്ച് നിൽക്കാൻ നമുക്ക് സമയമില്ല. ഇമ്മീഡിയറ്റ് ആയിട്ട് മനസ്സിൽ തോന്നുകയും അത് അപ്ലൈ ചെയ്യുകയും വേണം, പ്രവർത്തിക്കുകയും വേണം. ഇടയ്ക്കിടയ്ക്ക് ഈ അവയർനെസ് കൊടുത്തുകൊണ്ടിരുന്നെങ്കിൽ മാത്രമേ, സേഫ്റ്റിയെ നല്ല ബോധവൽക്കരണം അവരിൽ ചെന്നെങ്കിൽ മാത്രമേ ഇത് കൃത്യമായ രീതിയിൽ അവനവൻ ചെയ്യുന്ന ജോലിയുടെ പിന്നിലുള്ള സേഫ്റ്റി നോക്കി വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പം ട്രെയിനിങ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട വാല്യൂ ഉള്ള ഒരു കൺസെപ്റ്റ് ആയിട്ടാണ് മറ്റുള്ള എല്ലാ രാജ്യങ്ങളും കാണുന്നത്. നമ്മുടെ നാട്ടിൽ ഇതിപ്പോൾ ആയി വന്നിട്ടുണ്ട്. ഞാൻ തന്നെ നിരവധി പ്രോഗ്രാമുകൾ കമ്പനികൾക്ക് വേണ്ടിയിട്ട് മിക്ക ദിവസങ്ങളിലും അതാത് സ്പോട്ടിൽ പോയി ചെയ്തു വരുന്നുണ്ട്. അതിനൊക്കെ വളരെ സ്വാഗതമായ രീതിയിലും വളരെ ഇൻട്രസ്റ്റോടും കൂടിയാണ് ആൾക്കാരത് വരവേൽക്കുക, അക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സർ, ഒരു കാര്യം, ഈ എത്ര നാൾ കൂടുമ്പോഴാണ് ഓരോ സ്ഥാപനത്തിലും ഇങ്ങനെ സേഫ്റ്റി അവയർനെസ് പ്രോഗ്രാം നടത്തേണ്ടത്? തീർച്ചയായിട്ടും അത് നല്ല ക്വസ്റ്റ്യൻ ആണ്. നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഓർമ്മപ്പെടുത്തൽ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ അങ്ങനെ ഒരു കാലയളവ് ഇതിനില്ല. എത്രത്തോളം ഷോർട്ട് പീരീഡിൽ കൊടുക്കാൻ പറ്റുന്നോ അത്രയും നല്ലതെന്നുള്ളതാണ്. കാരണം സേഫ്റ്റിക്ക് റൂൾ അത്രത്തോളം കർശനമായിട്ട് നടത്തിയിരിക്കുന്ന സ്ഥലങ്ങളിൽ അത് ഡെയിലി കൊടുക്കണം എന്ന് പറയാൻ കാരണം അവരുടെ പോളിസിയിൽ അതുണ്ട്. ഇവിടെ നമുക്കങ്ങനെ പോളിസി സ്ട്രിക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നില്ലാത്ത കാരണം കമ്പനികളിൽ നമുക്ക് മിനിമം ഒരു 6 മാസത്തിൽ ഒരിക്കലെങ്കിലും, കാരണം ഒരു പ്രദേശത്തുള്ള ആൾക്കാരെ ക്ലബ് ചെയ്ത് അത്രത്തോളം കോർഡിനേറ്റ് ചെയ്യാൻ പലപ്പോഴും കാലതാമസത്തിന്റെ മറ്റുള്ള കേസിലുമാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. അപ്പം മിനിമം ഒരു 6 മാസത്തിൽ ഒരിക്കലെങ്കിലും സേഫ്റ്റി അവയർനെസ് പ്രോഗ്രാം അതാത് മേഖലകളിൽ ആവശ്യമുള്ള വിഷയങ്ങളെ ആസ്പദമാക്കി കൊടുത്തുകൊണ്ടിരുന്നെങ്കിൽ മാത്രമേ ഒരു അപ്രതീക്ഷിത ഘട്ടത്തിൽ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റി പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരും, ആലോചിക്കാതെ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ തന്നെ നമ്മൾ ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുന്നവരാണ്. അപ്പം അത് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ചില സുരക്ഷാ മാനദണ്ഡങ്ങളെ പറ്റി അവർ വിവരിക്കാറുണ്ട്, ഡെമോൺസ്ട്രേഷൻ കാണിക്കാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? എപ്പോഴും ഫ്ലൈറ്റ് അപകടത്തിൽപ്പെടുമെന്ന് വിചാരിച്ചില്ല, അഥവാ അങ്ങനെ സംഭവിച്ചാൽ എന്ത് ചെയ്യണമെന്നുള്ളതിനെ ഒരു മുൻധാരണ. അപ്പൊ എപ്പോഴും ഒരു മുൻധാരണയോടുകൂടി ഏത് പ്രവൃത്തിയിലും നമ്മൾ ഏർപ്പെടുമ്പോൾ അതൊരു ആക്സിഡന്റ് ആയാൽ തന്നെ അവിടെ പലതും ഓർത്ത് കണ്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇതിന്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത്, ആ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പൊ സാർ ഒന്ന് ചോദിക്കട്ടെ, ഏതൊക്കെ മേഖലകളിലാണ് ഈ സേഫ്റ്റി അവയർനെസ് ആവശ്യമായിട്ടുള്ളത്, അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഒരു പ്രസക്തി? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞാൽ എവിടെയാണ് വേണ്ടാത്തത് എന്നാണ്. സമസ്ത മേഖലകളിൽ നമ്മൾ ഈവൻ വീട്ടിൽ നിന്ന് തുടങ്ങുന്നു നമ്മുടെ സുരക്ഷ എന്ന് പറയുന്നത്. സത്യം. അപ്പം എല്ലാ തുറകളിലും നമ്മൾ ഓരോരുത്തരും ഓരോ ജോലിക്കായിട്ടാണ് രാവിലെ പ്രഭാതത്തിൽ ഇറങ്ങി പുറപ്പെടുന്നത്. ശരത് ഇപ്പൊ ഷൂട്ടിങ്ങിന് പോകുന്നുണ്ട്, അവിടെ തന്നെ നോക്കി അറിയാൻ പറ്റും നിരവധി സേഫ്റ്റിയുടെ വയലേഷൻ മുഖാന്തരം ഉണ്ടാകുന്ന ആക്സിഡന്റിന്റെ കാരണങ്ങൾ നിരവധി ഉണ്ടാകാം, അപ്രതീക്ഷിത പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഇപ്പം ഒരു ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞാലും ഹോട്ടലാണെന്ന് പറഞ്ഞാലും ഇനിയിപ്പം ഓഫീസുകളിലാണെന്ന് പറഞ്ഞാലും IT മേഖലകളിലാണെന്ന് പറഞ്ഞാലും വിവിധങ്ങളായ ഇൻഡസ്ട്രികളിലാണെന്ന് പറഞ്ഞാലും, അത് കെമിക്കൽ ഇൻഡസ്ട്രി ആയിക്കോട്ടെ, ഓയിൽ ഇൻഡസ്ട്രി ആയിക്കോട്ടെ, കൺസ്ട്രക്ഷൻ സൈറ്റുകളായിക്കോട്ടെ, മനുഷ്യൻ കർമ്മം ചെയ്യുന്ന എല്ലാ മണ്ഡലങ്ങളിലും അവിടെ അറിഞ്ഞിരിക്കേണ്ട സുരക്ഷിതമായ മാർഗങ്ങൾ
ഇനിയിപ്പോൾ ഒരു ഇൻഡസ്ട്രിയൽ തലത്തിലോട്ടൊക്കെ കടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സേഫ്റ്റി ഉപകരണങ്ങളൊക്കെ അവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. അതിന്റെയൊക്കെ ഫലവത്തായ ഉപയോഗങ്ങൾ എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ ഘട്ടത്തിൽ ഉപയോഗിക്കണം, ഉപയോഗിക്കരുത് എന്നുള്ളതിനെയൊക്കെ സംബന്ധിച്ചും ഓരോ പ്രസ്ഥാനങ്ങളുടെയും സേഫ്റ്റിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് പേപ്പറിൽ കാര്യങ്ങളെല്ലാം ഉണ്ടാവും, ഫയലിലുണ്ടാവും. പക്ഷെ അത് നടപ്പിലാക്കുന്ന ഇല്ല എന്നുള്ളതാണ്. അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഹോസ്പിറ്റൽസ്, ഹോട്ടൽസ്, സ്കൂൾസ്, അതൊക്കെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പിന്നെ പബ്ലിക് അവയർനെസ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് പബ്ലിക് പ്ലേസുകളിൽ അതിനനുസരിച്ചുള്ള ടോപ്പിക്ക് വരണം. അപ്പം പിന്നെ അതോടൊപ്പം തന്നെ ഇലക്ട്രിസിറ്റി ബോർഡ്, BSNL, പിന്നെ ഈ പറയുന്ന ഗവൺമെന്റ് ഓഫീസുകൾ, ബാങ്കിങ് സെക്ടർ, എല്ലാ മേഖലകളിലും ഓരോരോ പ്രദേശത്തിലുള്ള ആൾക്കാരുടെ ആവശ്യകതയനുസരിച്ചുള്ള ഏത് വിധത്തിലുള്ള വർക്ക് ആക്ടിവിറ്റീസ് ആണോ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് പ്രാധാന്യം നൽകുന്ന സേഫ്റ്റി ടോപ്പിക്കുകൾ അവിടെ നമ്മൾ വളരെ ഡെമോൺസ്ട്രേഷനോട് കൂടിയും പ്രോപ്പറായുള്ള അവയർനെസ്സിലൂടെയും നടത്തി വരുന്നു. സാറിന്റെ ഈ 22 വർഷത്തെ എക്സ്പീരിയൻസിൽ ഏകദേശം എത്രത്തോളം സേഫ്റ്റി അവയർനെസ് പ്രോഗ്രാം സാർ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്? ഏകദേശം സാധാരണ തീർച്ചയായിട്ടും നമ്മൾ ഇത്രയും വർഷമായിട്ട് ദീർഘകാലങ്ങളായിട്ട് ഈ രംഗത്ത് സേഫ്റ്റി എക്യുപ്മെന്റ്സിന്റെ സെയിൽസും സർവീസും ഒക്കെയായിട്ട് ഇൻഡസ്ട്രികൾക്ക് വേണ്ട സേവനം നൽകിക്കൊണ്ടിരിക്കുമ്പോൾ അവയുടെ ഉപയോഗക്രമങ്ങളെ സംബന്ധിച്ച് നമ്മൾ അപ്പോഴപ്പോൾ വേണ്ട എക്സ്പ്ലനേഷൻസും ട്രെയിനിങ്ങും കൊടുക്കാറുള്ളത് കൂടാതെ തന്നെ ഈ പറയുന്ന ഹാഫ് ഡേ, ഫുൾ ഡേ ആയിട്ട് അതാത് സ്ഥലങ്ങളിൽ പോയി ഇത്രയും കാലയളവിനുള്ളിൽ 1000-ൽ പരം പ്രസ്ഥാനങ്ങളിൽ, വിവിധങ്ങളായിട്ടുള്ള പ്രസ്ഥാനങ്ങളിൽ കോച്ചിങ്ങുകൾ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ചില ഗ്രൂപ്പിൽ ഒരു 40-50 പേരുള്ള ഒരു ഗ്രൂപ്പ് ആയിരിക്കാം, ചിലപ്പോൾ 100-150 ആയിരിക്കാം. ചില വലിയ സെമിനാർ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ 10-300-400 പേര് ഒരേപോലെ തന്നെ ഒരേ രീതിയിൽ തന്നെ ഇരിക്കാറുണ്ട്. ഇൻഡസ്ട്രികളുടെ കേസിലാണെങ്കിൽ ഇതിനകത്ത് കൂടുതലും അവരുടെ നിലവിലുള്ള സുരക്ഷാ സംസ്കാരം എന്താണോ അതിനെ വളർത്തി കൊടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വിഷയങ്ങൾ ഓരോരോ സ്ഥലങ്ങളിലും അനുസൃതമായ രീതിയിൽ നമ്മൾ നടത്തിപ്പോരുന്നുണ്ട്. അതുകൂടാതെ നിരവധി സേഫ്റ്റി ആർട്ടിക്കിളുകൾ നമ്മൾ എഴുതിയിട്ടുണ്ട്, ന്യൂസ് പേപ്പേഴ്സും മീഡിയാസിലൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതോടെ ഒരു സേഫ്റ്റി ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു സേഫ്റ്റി പ്രൊഫഷണൽസിന് വേണ്ടിയിട്ടുള്ള ബുക്ക് തന്നെ നമ്മൾ ഇറക്കിയിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. ഏകദേശം 300-350 പേജോളമുള്ള ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള മെത്തേഡ് അനുസരിച്ചുള്ള ഇൻഫർമേഷൻ വെച്ചിട്ട് സേഫ്റ്റി ഫസ്റ്റ് എന്ന് പറയുന്ന ബുക്ക് നമ്മൾ എഴുതിയിട്ടുണ്ട്. സാർ, ഈ ഫയർ ആൻഡ് സേഫ്റ്റി പ്രോഗ്രാംസ് മാത്രമാണോ നടത്താറുള്ളത്, അതോ സുരക്ഷയുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും വിഷയങ്ങൾ കൈകാര്യം ചെയ്യാറുണ്ടോ? തീർച്ചയായിട്ടും ഫയർ ആൻഡ് സേഫ്റ്റി എന്ന് പറയുമ്പം കൂടുതലും നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതലും സേഫ്റ്റിയുടെ ഒരു കൺസെപ്റ്റ് വരുമ്പോൾ തന്നെ തീപിടുത്തങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെന്റ്സിന്റെ കൂടുതൽ ഉപയോഗത്തെ സംബന്ധിച്ചും ഫയർ സേഫ്റ്റിയെ സംബന്ധിച്ചുള്ള ട്രെയിനിങ് പ്രോഗ്രാംസുകൾ സാധാരണ ഇൻഡസ്ട്രികൾ കൂടുതൽ ആവശ്യപ്പെടാറുള്ളത്. ഇതുകൂടാതെ പല മേഖലകളിലും അതാത് രംഗത്ത് അറിഞ്ഞിരിക്കേണ്ട സുരക്ഷയെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ, ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഗവൺമെന്റ് ഓഫീസ് അവിടെയാണെന്നുണ്ടെങ്കിൽ ശരിക്കും അവരുടെ സ്ട്രെസ് മാനേജ്മെന്റിനെ സംബന്ധിച്ച് ഇപ്പൊ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് എല്ലാം അങ്ങനെ ആണോന്നില്ല, IT മേഖലകൾ ഏറ്റവും കൂടുതൽ ഒരു ടെൻഷൻ അനുഭവിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരാണ്. അത് കണക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ സ്ട്രെസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന വിഷയം, അത് സ്ട്രെസ് ലെസ് ചെയ്തെങ്കിൽ മാത്രമേ സുരക്ഷിതമായ രീതിയിൽ അല്ലെങ്കിൽ അവരുടെ സമയം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ, നല്ല തിങ്കിങ്സ് തോട്ട്സ് ഒക്കെ ഇറങ്ങി വരുള്ളൂ. അപ്പൊ അതിന്റെ പിന്നിലുള്ള സേഫ്റ്റി എന്താണെന്നുള്ളത്. അതുകൂടാതെ തന്നെ പല പബ്ലിക്കുമായിട്ട് മിങ്കിൾ ചെയ്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ടാവും, പോലീസ് ഡിപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ ചില വില്ലേജ് ഓഫീസുകളിൽ, ഇലക്ട്രിസിറ്റി ബോർഡിൽ ഒക്കെയുള്ള സ്ഥാപനത്തിൽ ലോക്കൽ പീപ്പിളുമായിട്ട് കോൺടാക്ട് ചെയ്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പൊ അവർക്കും ഈ പറയുന്ന സ്ട്രെസ് മാനേജ്മെന്റ് വളരെയേറെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. പിന്നെ ഒരു ഗ്രൂപ്പായിട്ട് ഒരു വർക്ക് ഫോഴ്സ് ഇരുന്ന് വർക്ക് ചെയ്യുന്ന ഓഫീസുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങൾ കൃത്യമായ രീതിയിലല്ലെന്ന് പറഞ്ഞാലും പ്രശ്നമാണ്. അപ്പൊ അതനുസരിച്ച് ഇന്റർപേഴ്സണാലിറ്റി സ്കിൽസ് അങ്ങനെയുള്ള വിഷയത്തെ ആസ്പദമാക്കിയുള്ള സേഫ്റ്റി, ഇതെല്ലാം ഹാഫ് ഡേ ഫുൾ ഡേ ട്രെയിനിങ് പ്രോഗ്രാംസ് ഒക്കെ ആയിട്ട് ചെയ്യാൻ പറ്റും. അതുകൂടാതെ ഫസ്റ്റ് എയ്ഡ്, നമുക്കറിയാം ഫസ്റ്റ് എയ്ഡ് എല്ലാ തലത്തിലുണ്ട്. ഒരു ഫസ്റ്റ് എയ്ഡ് പഠിക്കാൻ ശരിക്കും നമ്മളൊരു MBBS ബിരുദമൊന്നും ആവശ്യമില്ല, നമ്മളെപ്പറ്റി നമ്മൾ അറിയുക എന്നുള്ളതാണ്. അപ്പം അടിസ്ഥാനപരമായിട്ട് ചെയ്യാൻ പറ്റുന്ന, ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുന്നതിന് മുമ്പ് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും, ഒരു ഡോക്ടറെ അടുത്ത് എത്തുന്നതിന് മുമ്പ് പല കാര്യങ്ങളിലും ചെറിയ പൊടിക്കൈകൾ നമുക്ക് അറിയാവുന്നുണ്ടെങ്കിൽ ആഘാതങ്ങളെ നമുക്ക് തുടക്കത്തിലേക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അതിനുവേണ്ടിയുള്ള ടെക്നിക്കുകൾ എന്തൊക്കെയാണ്, അത് നമ്മൾ ഇപ്പൊ ഒരു ബാൻഡ്സ് ഉണ്ടായി അല്ലെങ്കിൽ ഒരു സ്നേക്ക് ബൈറ്റ് ഉണ്ടായി, ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ സംബന്ധിച്ച് സാധാരണ കാഷ്വൽ ആൾക്കാരുടെ. പിന്നെ അതുകൂടാതെ എല്ലാ ആൾക്കാരും ഏത് അപകടമാണെന്ന് പറഞ്ഞാലും സമയനഷ്ടമാണെന്ന് പറഞ്ഞാലും നല്ല നമ്മുടെ ജീവിതത്തിന്റെ ഉയർച്ചയാണെങ്കിലും പിടിച്ചു താഴ്ത്തുന്ന ഓരോ വ്യക്തിയുടെ മനസ്സിൽ നിന്നെ
തലം അനുസരിച്ചാണ്. ബിഹേവിയർ എന്ന് പറയുന്നത് നമ്മുടെ ശീലങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്വായത്തമാക്കിയിരിക്കുന്ന അല്ല ജീവിതത്തിന്റെ പല ഘട്ടത്തിലും നമ്മൾ വന്ന് പെട്ടുകൊണ്ട് ശീലിച്ചു പോയ കാര്യങ്ങൾ, അതാണ് ഒരു വ്യക്തിയുടെ ക്യാരക്ടറിനെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ ചിലർക്ക് എപ്പോഴും എല്ലാത്തിനോടും റെഫ്യൂസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ആയിരിക്കും. അപ്പൊ ചിലർക്ക് വളരെ ഹാർഷ് ആയിരിക്കും, എല്ലാത്തിനും സ്പീഡായിരിക്കും. ഇപ്പൊ ഡ്രൈവേഴ്സിനെ കണക്കുള്ള ആൾക്കാരാണ് നമ്മളല്ലേ കോമ്പറ്റീറ്റീവ് ആയിട്ട് ഒരു മത്സരിച്ച് ഓടിക്കാനൊക്കെ ശ്രമിക്കും. അപ്പൊ ഒരു വ്യക്തിയുടെ മനസ്സിൽ തോന്നുന്ന ആ ഒരു ചിന്തയാണ് അപകടത്തിന് വഴി തെളിയിക്കുന്ന റിഫ്ലക്ട് ചെയ്യുന്നത്. അത് കണക്ക് തന്നെ ചില സ്റ്റെപ്പ് കയറുന്ന സമയത്താണെങ്കിൽ ഇറങ്ങുന്ന സമയത്ത് ഓരോ സ്റ്റെപ്പ് വിട്ട് ചാടി ഇറങ്ങും. എപ്പോഴും ഏത് കാര്യത്തിലും സുരക്ഷിത നോക്കാതെ പ്രവർത്തി, അത് മനസ്സിൽ നിന്ന് വരുന്ന തലമാണ്. ഇങ്ങനെയുള്ള വ്യക്തികളെ ശരിക്കും ആവശ്യം അവര് നിയമം അല്ലെ പിഴ ചുമത്തിക്കൊണ്ടൊന്നും കാര്യമില്ല, മനസ്സിൽ ഈ സേഫ്റ്റി കൾച്ചർ വളർത്തിയെടുക്കുക. അപ്പം ബിഹേവിയർ ബേസ്ഡ് സേഫ്റ്റി എന്നാണ് അതിന് പറയുന്നത്. അതൊരു ടോപ്പിക്കാണ്. അപ്പം വിദേശ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുന്ന പ്രാധാന്യം കാണുന്ന ഒരു സബ്ജക്റ്റാണ് BBS എന്ന് പറയും. അപ്പം BBSന് സ്പെഷ്യൽ ട്രെയിനിങ്ങുകൾ കോച്ചിങ്ങുകൾ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അതായത് സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു പരിവർത്തനമാണ്. ഓരോ വിഭാഗത്തിലും ഓരോ രംഗത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും അതാത് മേഖലകളിൽ മനസ്സിനെ ആ മേഖലയുടെ സേഫ്റ്റിയിലോട്ട് എത്തിക്കുക, ട്രാൻസ്ഫർ ചെയ്യുക. അപ്പം എങ്കിൽ മാത്രമേ, അല്ലാതെ വലിയ വലിയ സംവിധാനങ്ങളുണ്ട് അവിടെ സുരക്ഷയ്ക്ക് വേണ്ടി എത്രയൊക്കെ ലക്ഷക്കണക്കിന് രൂപ മുടക്കി എന്ന് പറഞ്ഞാലും ചെലവാക്കി എന്ന് പറഞ്ഞാലും ഒന്നും ഒരു കാര്യമില്ല. അതാത് പ്രദേശത്തുള്ള ആൾക്കാർ അതിനോടുള്ള മനോഭാവം ആക്കിയെടുക്കേണ്ടി വരും. അപ്പൊ ആ ഒരു തലത്തിൽ പിന്നെ നമുക്ക് സബ്ജക്റ്റുകളുടെ കേസ് പറയുകയാണെങ്കിൽ കൺസ്ട്രക്ഷൻ മേഖലയിലുള്ള സുരക്ഷിത പ്രശ്നങ്ങൾ, കൺസ്ട്രക്ഷൻ സേഫ്റ്റി എഞ്ചിനീയറിംഗ്, ഓയിൽ മേഖലയാണ് ഓയിൽ ഇൻഡസ്ട്രിക്ക് ഓയിൽ സേഫ്റ്റി, അങ്ങനെ നിരവധി മേഖലകളിൽ ഏതെല്ലാം വിഷയങ്ങളാണ്. പിന്നെ അത് കണക്ക് ഹെൽത്ത് സേഫ്റ്റി എൻവയോൺമെന്റ്, ആരോഗ്യവും സുരക്ഷയും പരിസ്ഥിതിയും. ഇത് സാമാന്യ പബ്ലിക് പ്രസന്റേഷനൊക്കെ ഞാൻ പോകാറുണ്ട്. അതായത് ചില സംഘടനകളൊക്കെ സംഘടിപ്പിക്കുന്ന പ്രോഗ്രാം, ആരോഗ്യ സെമിനാറുകൾ. അപ്പൊ ഇതൊക്കെ ഈ പരിപാടികളും എല്ലാം നമ്മൾ പവർ പോയിന്റ് പ്രസന്റേഷനിൽ ഡിസ്പ്ലേ ചെയ്തുകൊണ്ട് റെലവെന്റ് ആയിട്ടുള്ള പിക്ചേഴ്സ് ഒക്കെ അതനുസരിച്ചുള്ള മൂവീസ് ഒക്കെ ഓരോ സബ്ജക്റ്റുമായിട്ട് ആപ്റ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ചെയ്തുകൊണ്ടായിരിക്കും ക്ലാസ് എടുക്കുക. അപ്പൊ കൂടുതൽ ആൾക്കാർക്ക് ഇതുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനും സമയം ഇരുന്ന് ചിന്തിക്കാനും കാണാനും ഒക്കെയുള്ള ഒരു അവസരം ഉണ്ടാകുമ്പോൾ എപ്പോഴും നമ്മുടെ തിരക്കുപിടിച്ച ജീവിതത്തിൽ സേഫ്റ്റിയെ സംബന്ധിച്ച് ആലോചിച്ചല്ല നമ്മൾ ഒരു കാര്യം ചെയ്യുന്നത്. ഇതിനുവേണ്ടി തന്നെ കുറച്ച് സമയം മാറ്റി വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെയേറെ കാര്യങ്ങൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ അനുവർത്തിക്കേണ്ട പല കാര്യങ്ങൾ ഇത്രത്തോളം ഉണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ദിവസവും വർക്ക് ചെയ്യുന്ന ഒരു ഓഫീസിലോ അല്ലെങ്കിൽ ഒരു ഫാക്ടറിയിലോ ഇതിന്റെയൊക്കെ സേഫ്റ്റിക്ക് ഇത്രത്തോളം പ്രാധാന്യം ഉണ്ടോ എന്ന് പോലും അവർ ഇരുന്ന് ചിന്തിച്ചു പോകും. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇതേപോലുള്ള ഓർമ്മപ്പെടുത്തലുകളിലൂടെ മാത്രമേ നല്ല സുരക്ഷിതമായിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ള സേഫ്റ്റിയുടെ ഒരു നിലവാരം ഓരോ രംഗത്തും ഉയർത്തുവാൻ സാധിക്കും. ഇത്രയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് വളരെ ബൃഹത്തായ ഒരു എന്താ പറയാ ഒരു എൻസൈക്ലോപീഡിയ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പൊ അത്രയും വാസ്റ്റ് ആയിട്ടുള്ള ഈ സബ്ജക്റ്റിൽ നമുക്ക് ആധികാരികമായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ നമുക്ക് തോന്നിപ്പോകും അടിസ്ഥാനമായിട്ട് യോഗ്യതകൾ എന്തൊക്കെയാണ് എന്നുള്ളത്. അപ്പൊ സാറിന്റെ സ്ഥാപനത്തിനെ ആണെങ്കിലും സാറിന്റെയും ക്വാളിറ്റീസിനെ എങ്ങനെ വിലയിരുത്തുന്നു? തീർച്ചയായിട്ടും. കാരണം സേഫ്റ്റിയുടെ ഒരു സിലബസ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ബുക്ക് സ്റ്റാളിൽ നിന്നോ ഒരു ബുക്കിൽ നിന്നോ പഠിക്കാൻ പറ്റുന്നതല്ല. അത് വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മളുടെ ഉള്ളിൽ നിന്ന് വരേണ്ട ആശയങ്ങളാണ്. അതായത് കോമൺ സെൻസ് എന്ന് പറയും. അപ്പൊ ഇത് കോമൺ സെൻസ് വർക്കൗട്ട് ആണെങ്കിൽ ആ സബ്ജക്റ്റുമായിട്ട് വളരെ വ്യക്തമായ രീതിയിലുള്ള ധാരണയുണ്ടെങ്കിൽ മാത്രമേ ഓരോരോ സ്ഥലങ്ങളിലും ആവശ്യമായി വരുന്ന സുരക്ഷ എന്തെല്ലാം വിഷയങ്ങളാണ്, പോയിന്റുകളാണ് വരേണ്ടത് നമ്മളിൽ നിന്ന് പുറത്തോട്ട് വരുള്ളൂ. അപ്പം എന്റെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഇതെന്ന് പറയുന്നത് ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് തന്നെയാണ്. നേരത്തെ സൂചിപ്പിക്കുകയാണെങ്കിൽ 10-22 വർഷമായിട്ട് വളരെ കോൺസെൻട്രേറ്റ് ഇതേ രംഗത്ത് പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു വർക്കിംഗ് എക്സ്പീരിയൻസ് ആർജിച്ച ഒരു പാഠവും അതുകൂടാതെ മാറിക്കൊണ്ടിരിക്കുന്ന സ്റ്റാൻഡേർഡിൽ ഉൾക്കൊള്ളേണ്ട കാര്യങ്ങൾ അപ്പോഴപ്പോൾ പഠിച്ച് പ്രസന്റ് ചെയ്ത് പോകുന്നത് നമ്മൾ വളരെ ലാഘവത്തോടുകൂടി ഓരോ സ്ഥലത്തും ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ പറ്റിയ ബുദ്ധിമുട്ട് തോന്നാറില്ല. പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു സ്ഥാപനത്തിന് നാഷണൽ ഫയർ പ്രൊട്ടക്ഷൻ അസോസിയേഷൻ, നാഷണൽ ഫയർ പ്രൊട്ടക്ഷൻ അസോസിയേഷൻ NFPA എന്നാണ് പറയുക. അത് വേൾഡ് വൈഡ് ആയിട്ട് സേഫ്റ്റിയുടെ കാര്യങ്ങൾ പുതിയ സ്റ്റാൻഡേർഡ് ഡെവലപ്പ് ചെയ്യുകയും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന സിസ്റ്റവും ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഒരു ഓർഗനൈസേഷനാണ്. അതിന്റെ മെമ്പറാണ് ഞാൻ. അതുകൂടാതെ ഞാൻ നാഷണൽ സേഫ്റ്റി കൌൺസിലിന്റെ കോർപ്പറേറ്റ് മെമ്പറാണ് എന്റെ ഒരു സ്ഥാപനം. പിന്നെ അതുകൂടാതെ തന്നെ നമുക്കറിയാം ഇൻഡസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസ് MSME ഗവൺമെന്റ് ഓഫ് കേരള അണ്ടർ ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെന്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥാപനമാണ്.
പിന്നെ അത് കൂടാതെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് ഇൻഡസ്ട്രിയുടെ അണ്ടറിലുള്ള സ്മോൾ എന്റർപ്രണർ പ്രൊമോഷൻ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന സിറ്റി എന്ന് പറയുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സ്ഥാപനത്തിൽ ഫയർ ഫൈറ്റിംഗ് ടെക്നോളജിയുടെ ചീഫ് ഫാക്കൽറ്റിയായി നിരവധി കാലം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു ആധികാരികത തന്നെയല്ല, ഈ രംഗത്ത് ഇത്രയും നാൾ നമ്മൾ പ്രവർത്തിച്ചു, ഇതിനുവേണ്ടി തന്നെ ഡെഡിക്കേറ്റ് ചെയ്ത് ജീവിക്കുന്ന പുതിയ പുതിയ ടോപ്പിക്സുകൾ ഉണ്ടാക്കുന്നു. അപ്പോൾ തന്നെ നമ്മുടേതായ രീതിയിൽ ഒരു റിലവൻസ് വരുന്നതിന് വേണ്ടിയിട്ട് 3-4 വർഷത്തെ അസാന്ദ്രമായ പരിശ്രമത്തിന്റെ ഭാഗമായിട്ടൊരു നല്ല ഗുഡ് തീസിസ് ഈ രംഗത്ത് ഇൻഡസ്ട്രിയൽ സേഫ്റ്റി എഞ്ചിനീയറിംഗിൽ തയ്യാറാക്കുകയും അത് യൂണിവേഴ്സിറ്റിക്ക് സബ്മിറ്റ് ചെയ്ത് ഈ രംഗത്ത് ഇൻഡസ്ട്രിയൽ സേഫ്റ്റി എഞ്ചിനീയറിംഗിൽ ഡോക്ടറേറ്റ് എടുക്കുകയും ചെയ്തു. ഗ്രേറ്റ് സർ, ഗ്രേറ്റ്. നമ്മൾ ഓരോരോ മേഖലകളിലും ക്ലാസ്സുകൾക്ക് പോകുന്ന സമയത്ത് അവിടെ ഇരിക്കുന്ന ആൾക്കാരെല്ലാം തന്നെ വിവിധ കാറ്റഗറിയിലുള്ളവരാണ്. ഇപ്പം സ്പൈസസ് ബോർഡ് അത് കണക്കുള്ള ഓരോരോ സ്ഥലങ്ങളിൽ ഒക്കെ ചെല്ലുമ്പോൾ ISROയോ അല്ലെ അത് കണക്കുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളിലൊക്കെ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ അവിടെ ടീച്ചിങ് സ്റ്റാഫ് ഉണ്ടാകും, നോൺ ടീച്ചിങ് സ്റ്റാഫ് ഉണ്ടാകാം. അങ്ങനെയുള്ള ആൾക്കാർക്ക് സേഫ്റ്റിയുടെ വലിയ തലങ്ങൾ അറിയില്ലെങ്കിൽ നമ്മൾ ഓരോന്ന് ഇട്ട് കൊടുത്താൽ തീർച്ചയായിട്ടും നമ്മളെക്കാട്ടിലും കൂടുതൽ ചിന്തിക്കുന്നവരായിരിക്കും. തീർച്ചയായിട്ടും. അപ്പൊ ആധികാരികമായി ഈ രംഗത്തെ സംബന്ധിച്ച് അതാത് സമയത്ത് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഡെലിവർ ആകത്തക്ക രീതിയിലുള്ള ആശയങ്ങൾ, അതാണ് ശരിക്കും പറഞ്ഞ ഒരു ഫിലോസഫി എന്ന് പറയുന്നത്. അപ്പൊ സേഫ്റ്റി എഞ്ചിനീയറിംഗിൽ ഞാനൊരു ഫിലോസഫർ ആയാൽ മാത്രം, വാക്കുകൊണ്ടായാൽ മാത്രം പോരാ, അതിന്റെ ആധികാരിക പ്രൊഫഷണലി വേണം. അതുകൊണ്ടാണ് ഞാൻ ഈ രംഗത്ത് PhD എടുത്തതും. അത് തന്നെ വളരെ ഒരു പ്രയോജനകരമായ രീതിയിൽ ആൾക്കാർ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. കാരണം ഒരു ഫാക്കൽറ്റി ഇന്ന സ്ഥലത്തു നിന്ന് ഇവിടെ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ആധികാരികത വളരെ വ്യക്തമായ രീതിയിൽ അവർക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. ആ ട്രെയിനേഴ്സിന് കൂടുതൽ കോൺഫിഡൻസ് ഉണ്ടാവും. അതെ സാർ, അതെ. നമുക്ക് തന്നെ അറിയാലോ, നമ്മളൊരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അതിൽ വണ്ടി ഓടിക്കുന്ന ആളുടെ ആ ഡ്രൈവറുടെ കോൺഫിഡൻസ് പോലെ അതിനകത്തിരിക്കുന്ന ആൾക്കാരുടെ സുരക്ഷ എന്ന് പറയുന്നത്. തീർച്ചയായും. അപ്പം നമ്മളൊരു വിഷയത്തെ പ്രസന്റ് ചെയ്യുമ്പോൾ അത് ആ രംഗത്ത് ആപ്റ്റായിട്ടുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവര് കംഫർട്ടായി. അപ്പൊ അതാണ് നമ്മളുടെ ഇത്രയും നാളത്തെ ഒരു വാലിഡിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു ആധികാരികത എന്ന് പറയുന്നത് ഈ രംഗത്ത്. ഇത്ര നേരം സംസാരിച്ചതിന് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ തന്നെയാണ് എനിക്കും ഫീൽ ചെയ്തത്, അതേപോലെ പ്രേക്ഷകർക്കും ഫീൽ ചെയ്തത്. സാറിന്റെ സ്ഥാപനത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും ഞാൻ നേരുകയാണ്. നന്ദി. സന്തോഷം. എനിക്കും ഇതേപോലെ തന്നെ കൈരളി ചാനൽ പ്രേക്ഷകരുമായി ഇത്രയും സമയം സംവദിക്കുവാൻ അവസരം കിട്ടിയതിൽ അതിയായി സന്തോഷിക്കുന്നു. നമസ്കാരം.